Good evening, all. Good evening, Kochumai. ഗുഡ് ഈവനിങ്. ഇന്നത്തെ നമ്മുടെ ലെന്റ് പ്രെയറിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാ ആഴ്ചകളിലും പാഷൻ വീക്ക് പ്രമാണിച്ച് നടത്തി വരുന്ന ഈ ലണ്ടൻ പ്രെയറിൽ സംബന്ധിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവത്തിന്റെ ആത്മാവ് തുടർന്നും നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നവരെ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് മിസസ് ലീജ ചെറിയാനാണ്. സങ്കീർത്തനം വായിക്കുന്നത് സാം 32 വായിച്ച് നമ്മളെ സഹായിക്കുന്നത് ജോസ്ന മിനു. ഇന്ന് പ്രാർത്ഥനയ്ക്ക് മധ്യസ്ഥ പ്രാർത്ഥന കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് മിസസ് അനു സുജിത്. ഇവരെ പ്രത്യേകമായിട്ട് ഈ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ തന്നെ ഇന്ന് ഈ പ്രാർത്ഥനയിൽ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും, കടന്നു വന്നവരെയും വരുവാൻ ഇരിക്കുന്നവരെയും എല്ലാവരെയും ഒരുപോലെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യും. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ നമ്മുടെ ഈ പ്രെയർ ആരംഭിക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രിയ പിതാവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവേ, നിന്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് കർത്താവേ, ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ നടത്തുന്ന പ്രാർത്ഥനകളിൽ, ഞങ്ങളുടെ ധ്യാനങ്ങളിലൊക്കെ ദൈവത്തിന്റെ കൃപ അവിടുന്ന് വ്യാപരിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കഴിഞ്ഞ ആഴ്ചകളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവെ, ഞങ്ങളെ അവിടുന്ന് കാത്ത് പരിപാലിച്ച് നിന്റെ കൃപയിൽ അവിടുന്ന് സൂക്ഷിച്ചല്ലോ. അതിനായിട്ട് ഞങ്ങൾ നന്ദി കരേറ്റുന്നു. കർത്താവെ, നീ അവിടുന്ന് ഞങ്ങളെ അറിയുന്ന ദൈവമായിരിക്കാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. തുടർന്നും കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ നാളുകളിലും ഓരോ നിമിഷവും നിനക്ക് വേണ്ടി ജീവിപ്പാൻ, കർത്താവെ, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിലൊക്കെ കർത്താവെ, ഞങ്ങൾ കേൾക്കുന്ന വചനത്തിന് അനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ, കർത്താവെ, മറ്റുള്ളവരിൽ ആത്മീകമായ ദർശനം കർത്താവെ ഞങ്ങൾക്ക് നൽകുവാൻ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങൾ കർത്താവെ അതിനനുസരിച്ച് ഞങ്ങൾ ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം നീ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ മൂർച്ചയുള്ള കർത്താവെ വാക്കുകൾ, വചനം കർത്താവെ അനേകർക്ക് സൗഖ്യമാക്കുന്ന തരത്തിൽ പ്രയോജനപ്പെടുവാൻ നീ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ശുശ്രൂഷകളൊക്കെ നിന്റെ നാമമഹത്വത്തിനായി തീരുവാൻ നീ അവിടുന്ന് സഹായിക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, ഇന്നത്തെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിന്റെ സാന്നിധ്യം അവിടുന്ന് കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാടുമ്പോൾ കർത്താവെ, വചനം വായിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, വചനം കേൾക്കുമ്പോൾ ഒക്കെ കർത്താവെ, ഞങ്ങളുടെ ഹൃദയം കർത്താവെ നിന്നിൽ ആനന്ദിപ്പാൻ തക്കവണ്ണം, നിന്നോട് കൂടുതൽ അടുക്കുവാൻ തക്കവണ്ണം, നിന്റെ സ്നേഹത്തിൽ ഞങ്ങളൊക്കെ കർത്താവെ രൂപാന്തരം പ്രാപിക്കുവാൻ നീ അവിടുന്ന് ഞങ്ങളെ ഇടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുകളും ബലഹീനതകളും എല്ലാം അവിടുന്ന് ക്ഷമിക്കണമേ കർത്താവെ. സഭയിലെ എല്ലാ വ്യക്തികളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളിലൊക്കെ നീ അവിടുന്ന് കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കടത്തിലും പ്രയാസങ്ങളിലും ആയിരിക്കുന്നവർക്ക് വേണ്ട ബലവും ശക്തിയും നീ ഇവിടുന്ന് നൽകി കൊടുക്കണമേ. ഇന്ന് രാത്രികാലം കർത്താവിന്റെ കൃപ ഞങ്ങൾ ഓരോരുത്തരും ഭവനങ്ങളിൽ, ഞങ്ങളുടെ ഉള്ളങ്ങളിൽ, കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ അനുഭവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളും യാചനകളും അവിടുന്ന് കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഇവിടുന്ന് അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ അച്ഛൻ കഴിഞ്ഞ ദിവസം സിംഗപ്പൂർ ഇടവകയിലേക്ക് പോയിരിക്കുകയാണ്. അവിടുത്തെ ഇടവകയിലെ കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അച്ഛൻ കടന്നുപോയത്. ഇന്നലെ വൈകിട്ട് 9 o'clock അച്ഛന്റെ ഫ്ലൈറ്റ്. നമ്മുടെ ഇവിടുത്തെ സമയം midnight 2 o'clock ആയപ്പോഴത്തേക്ക് അച്ഛന് സുരക്ഷിതമായിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ സിംഗപ്പൂരിൽ എത്തിച്ചേരുവാനായിട്ട് ദൈവം ഇടയാക്കി. ഇന്നു മുതൽ അവിടെ നടക്കുന്ന എല്ലാ പരിപാടികളിലും നേതൃത്വം നൽകുവാനായിട്ട് അച്ഛനെ ബലപ്പെടുത്തേണ്ടതിന് നിങ്ങൾ എല്ലാവരും അച്ഛനെ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് ദൈവകരങ്ങളിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് ഓർക്കാം. ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ പാട്ടുകൾക്ക് നേതൃത്വം നൽകുവാനായിട്ട് ലീജ ചേച്ചി ക്ഷണിക്കുന്നു. ഇപ്പോൾ നമുക്ക് പാട്ടുകൾ ശ്രവിക്കാം. ആദ്യത്തെ പാട്ട് സുഖകാലത്തിലും ദുഃഖവേളയിലും. നമ്മുടെ പ്രാർത്ഥനാ ഗീതങ്ങൾ ബുക്കിനകത്ത് 229 ആണ്.
സുഖകാലത്തിലും ദുഃഖവേളയിലും അകലാത്ത നൽ സ്നേഹിതനേ, യേശുവേ തിരുപാദത്തിൽ കാത്തിരിക്കെ എന്തു മോദം ഹൃദന്തം വരും. യേശുവേ തിരുപാദത്തിൽ കാത്തിരിക്കെ എന്തു മോദം ഹൃദന്തം വരും. പാപലോകത്തിൻ ശാപദോഷങ്ങൾ പാടെ നീക്കാനായി വന്നിങ്ങു രക്ഷകൻ. സംഭ്രമത്തിലും സംശയത്തിലും സങ്കടത്തിലും പ്രത്യാശ നൽകുന്നോൻ, സുഖകാലത്തിലും ദുഃഖവേളയിലും അകലാത്ത സ്നേഹിതനേ, യേശുവേ തിരുപാദത്തിൽ കാത്തിരിക്കെ എന്തു മോദം ഹൃദന്തം വരും. ഏതു നേരത്തും ഏകചിന്തയാൽ ഏവരും ചേർന്നു സ്തോത്രങ്ങൾ അർപ്പിക്കാം. ഭക്തി പാലിക്കാൻ ശക്തി പ്രാപിക്കാൻ മുക്തി നേടിടാൻ പരിശുദ്ധനെ തേടാം. സുഖകാലത്തിലും ദുഃഖവേളയിലും അകലാത്ത സ്നേഹിതനേ, യേശുവേ തിരുപാദത്തിൽ കാത്തിരിക്കെ എന്തു മോദം ഹൃദന്തം വരും. നിത്യങ്ങളാം കൈവിളക്കുകൾ കത്തി ശോഭിപ്പാൻ കരുതേണമെണ്ണയെ, നിദ്ര മാറ്റേണം ആ ഭദ്രദീപങ്ങൾ നിത്യമെണ്ണേണം മണവാളനെത്തുമ്പോൾ. സുഖകാലത്തിലും ദുഃഖവേളയിലും അകലാത്ത സ്നേഹിതനേ, യേശുവേ തിരുപാദത്തിൽ കാത്തിരിക്കെ എന്തു മോദം ഹൃദന്തം വരും. യേശുവേ തിരുപാദത്തിൽ കാത്തിരിക്കെ എന്തു മോദം ഹൃദന്തം വരും. അടുത്ത പാട്ട് നമ്മുടെ പ്രേയർ ബുക്കില് ഞാൻ വരുന്നു ക്രൂശിങ്കൽ 93. ഞാൻ വരുന്നു ക്രൂശിങ്കൽ സാധു ക്ഷീണൻ കുരുടൻ, സർവവും എനിക്കു പൂർണ്ണരക്ഷ കാണും ഞാൻ. ശരണമെൻ കർത്താവേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയായി കുമ്പിടുന്നു രക്ഷിക്കായി എന്നെ ഇപ്പോൾ. വാഞ്ചിച്ചു നിന്നെ എത്ര ദോഷം വാണെന്നിൽ എത്ര, ഇമ്പമായി ചൊല്ലുന്നേശു ഞാൻ കഴുകിടും നിന്നെ. ശരണമെൻ കർത്താവേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയായി കുമ്പിടുന്നു രക്ഷിക്കായി എന്നെ ഇപ്പോൾ. മുറ്റും ഞാൻ തരുന്നിതാ ഭൂനിക്ഷേപം മുഴുവൻ, ദേഹം ദേഹി സമസ്തം എന്നേക്കും നിന്റേതു ഞാൻ.
ശരണാമൻ കർത്താവേ. വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയായി കുമ്പിടുന്നു, രക്ഷിക്ക എന്നെ ഇപ്പോൾ. യേശുവെന്നാത്മത്തെ നിറയ്ക്കുന്നു പൂർത്തിയായി, സുഖമെന്നും പൂർണ്ണമായി. മഹത്വം കുഞ്ഞാട്ടിനു, എന്നാശ്രയമേശുവിൽ. വാഴ്ത്തപ്പെട്ട കുഞ്ഞാട്ടിൽ താഴ്മയായി കുമ്പിടുന്നു, രക്ഷിക്കുന്നിപ്പോൾ യേശു. Thank you, Chechi. I think Leja Chechi's sister also sung with you, is it? Yes, correct. Okay. Thank you, Chechis. Very nice songs. Yeah. Now the Psalm 32 will be read by Josna Meno. Josna? ഹലോ കൊച്ചമ്മ, കേൾക്കാവോ? കേൾക്കാം ജോസ്ന. ഓക്കെ. സങ്കീർത്തനം 32-ാം അധ്യായം. Psalms 32. ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. എന്റെ മജ്ജ വേനൽക്കാലത്തിന്റെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. നീ എനിക്ക് മറവിടമാവുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയെയും പോലെ ആകരുത്. അവരുടെ ചമയങ്ങളായ കടിഞ്ഞാനും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകയില്ല. ദുഷ്ടന് വളരെ വേദനകളുണ്ട്. യഹോവയിൽ ആശ്രയിക്കുന്നവനോ ദയ ചുറ്റിക്കൊള്ളും. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ചാനന്ദിപ്പിൻ. ഹൃദയ പരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചുല്ലസിപ്പിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാവട്ടെ, ആദ്യമെങ്കിൽ ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ അല്പസമയം ദൈവസന്നിധിയിലേക്ക് ഒരുക്കാം. ഇന്ന് ഒരു പകൽക്കാലം ദൈവം നമ്മളെ കാത്ത് പരിപാലിച്ച് സൂക്ഷിച്ചു. അവന്റെ ചിറകിന്റെ നിഴലിൽ നമ്മളെ പൊതിഞ്ഞ കൃപകൾക്കായിട്ട് നമുക്ക് നന്ദിയോടുകൂടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യാം. സങ്കീർത്തനക്കാരൻ നാം എങ്ങനെയായിരിക്കണം, നാം എങ്ങനെ നടക്കണം, നീതിമാൻ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് നാം വായിച്ചു കേട്ടു. കർത്താവിന്റെ ഉപദേശപ്രകാരം നടക്കുവാൻ, യഹോവയിൽ ആശ്രയിപ്പാൻ, യഹോവയുടെ ഉപദേശത്തെ കേൾക്കുവാൻ, അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ അവിടുന്ന് നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഓരോ ദിവസവും ദൈവത്തിന്റെ ദാനമാണ്. ഓരോ നിമിഷവും ഓരോ ശ്വാസവും ദൈവത്തിന്റെ ദാനമാണ്. ഈ കാലങ്ങളിലൊക്കെ അത് മനസ്സിലാക്കി ജീവിപ്പാൻ പ്രിയ പിതാവേ, അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ വഴി നടത്തണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയാലല്ലാതെ ഒരു വിടുതൽ നമ്മുടെ ജീവിതത്തിലില്ല. പ്രാർത്ഥനയുടെ ശക്തിയല്ലാതെ ഈ ലോകത്തിൽ ഈ പ്രയാസങ്ങളിൽ അതിജീവിപ്പാൻ നമുക്ക് സാധിക്കുകയില്ല. അത്തരത്തിലുള്ള വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിപ്പാൻ, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന യഹോവ കേൾക്കുന്നു എന്ന വചനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധയോടുകൂടെ കേൾക്കുവാൻ, നീതിയോടെ ഈ ലോകത്ത് നാം ജീവിപ്പാൻ, സത്യസന്ധതയോടെ നമ്മുടെ കുടുംബങ്ങളിൽ, സഭയിൽ, സമൂഹത്തിൽ നമ്മൾ ആയിരിക്കാൻ ദൈവം നമ്മെ എവിടെയൊക്കെ വിളിച്ചിരിക്കുന്നുവോ അവിടെയൊക്കെ
കർത്താവെ, നിന്റെ നാമം ഏറ്റുപറയുന്ന, നിന്റെ വിശ്വാസം മറ്റുള്ളവരിലൂടെ ഉയർത്തി കാണിക്കുന്ന നല്ല മക്കളായിരിക്കാൻ അവിടുന്ന് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് യഹോവയോട് അപേക്ഷിക്കാം. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ആ ദയ പിൻപറ്റി ജീവിപ്പാൻ തക്കവണ്ണം, ആ ദയ നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യപ്പെടുവാൻ അവിടുന്ന് പ്രിയ പിതാവ് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാളുകളിലൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾ നിഷ്ഫലമായി പോകാതെ, കർത്താവെ, നിന്നിൽ കൂടുതൽ ആശ്രയിക്കുവാൻ, നിന്നോട് കൂടുതൽ പറ്റിച്ചേരുവാൻ, നിന്റെ നാമത്തെ കൂടുതൽ അറിയുവാൻ, അറിയുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ വചനത്തിൽ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകൃതമാക്കുവാൻ അവിടുന്ന് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നമുക്ക് നേരിടേണ്ടതായിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളെ, ഒരുപാട് പ്രയാസങ്ങളെ നമ്മൾ ഓവർകം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മധ്യത്തിലും എൻ്റെ നാഥൻ എന്നെ നടത്തുന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടി, അലകൾ പടകിലടിച്ചാലും കപ്പൽ മുങ്ങും എന്ന് നമ്മൾ ഭയപ്പെടുമ്പോഴും, അങ്ങനെയല്ല, നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ആ ഒരു സ്നേഹം, ആ ഒരു വാക്ക്, ആ ഒരു ചിന്ത നമ്മളെ ഭരിപ്പാൻ തക്കവണ്ണം, ഈ നാളുകളിൽ നമ്മളെ ശക്തരാക്കുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളെ വിഷമിപ്പിക്കുന്ന തരത്തിൽ, നമ്മളെ നിരാശപ്പെടുത്തുന്ന തരത്തിൽ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. എന്നാൽ എൻ്റെ ദൈവം ഞങ്ങളുടെ പ്രയാസങ്ങളെയൊക്കെ ഏറ്റെടുത്ത്, ഞങ്ങളുടെ സങ്കടങ്ങളെയൊക്കെ അറിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട ആശ്വാസവും സമാധാനവും ഒക്കെ നൽകി തരുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാളുകളിലൊക്കെ കർത്താവെ, അവിടുത്തെ സാന്നിധ്യം കൂടുതൽ അനുഭവിച്ചറിയുവാൻ, മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ശക്തരാക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയിലെ ഓരോ സംഘടനകളെയും ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതൊന്നും ഒരു വ്യത്യാസമല്ല, അതൊന്നും വേറിട്ടതല്ല, ഞങ്ങളെല്ലാം ഒന്നാണ് കർത്താവെ. എങ്കിലും എൻ്റെ ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കാം. സൺഡേ സ്കൂൾ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും, പഠിപ്പിക്കുന്ന അധ്യാപകരെയും നമുക്ക് ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കാം. അവർക്ക് വേണ്ട ബലം, ശക്തി, കൃപ, ജ്ഞാനം അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ആ ജ്ഞാനം അവർക്ക് പകർന്നു കൊടുക്കുവാൻ അധ്യാപകരെ അവിടുന്ന് സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവിക ജ്ഞാനം പകർന്നു കൊടുക്കുന്ന അധ്യാപകരായിരിക്കാൻ, അത് ഏറ്റെടുക്കുന്ന നല്ല കുഞ്ഞുങ്ങളായിരിക്കാൻ നമ്മുടെ സമൂഹത്തെ, നമ്മുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യൂത്ത്സിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ നാളുകളിലൊക്കെ നമ്മളെ വിഷമിപ്പിക്കുന്ന, നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾക്ക് ചുറ്റും നടക്കുന്നു. ഒരുപാട് അപകട മരണങ്ങൾ, സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയാതെ വരുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുന്ന തരത്തിലേക്കൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ മുൻപോട്ട് പോവുകയാണ്. ശരിയായ തീരുമാനങ്ങൾ അവർക്ക് എടുക്കുവാൻ കഴിയുന്നില്ല, ശരിയായി ചിന്തിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. ദൈവികമായ കൃപകൾ അനുഭവിപ്പാൻ പലപ്പോഴും അവർക്ക് സാധിക്കുന്നില്ല. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ മുൻപോട്ട് പോകുവാൻ, ദൈവത്തിന്റെ കൃപ അനുഭവിപ്പാൻ നല്ല ചിന്തകൾ അവർക്ക് നൽകി കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും നഷ്ടപ്പെട്ടും നശിച്ചും പോകാതെ കഴുകനെ പോലെ ചിറകടിച്ച് പറന്നുയരുന്ന കുഞ്ഞുങ്ങളായിരിക്കാൻ തക്കവണ്ണം, അനേകർക്ക് ആശ്വാസം പകരുന്ന, അനേകർക്ക് വെളിച്ചം പകരുന്ന, അനേകർക്ക് നേർവഴി കാട്ടിക്കൊടുക്കുന്ന നല്ല കുഞ്ഞുങ്ങളായി, നല്ല യൗവനക്കാരായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ തീരേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ആയുസ്സിനായി, ആരോഗ്യത്തിനായിട്ട്, പഠനത്തിനായിട്ടൊക്കെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ നാളുകളിലൊക്കെ ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ യങ് കപ്പിൾസിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. അവരുടെ ദുഃഖങ്ങൾ, വേദനകൾ, പ്രയാസങ്ങളൊക്കെ അത്തരത്തിൽ ദൈവമേ നീ അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോലി നഷ്ടപ്പെടും എന്ന് ഭയന്ന് ജീവിക്കുന്നവരുണ്ട്. തമ്മിൽ പൊരുത്തപ്പെട്ട് പോകുവാൻ കഴിയാതെ
വേർപിരിയലിന്റെ ദുഃഖം അനുഭവിക്കുന്നവരുണ്ട്, വേർപിരിഞ്ഞവരുണ്ട്. അവരെയൊക്കെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ലല്ലോ. സകലതും എൻ്റെ പ്രിയ പിതാവിനാൽ സാധ്യമാകുന്നു എന്നുള്ള വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ നമുക്ക് മുൻപോട്ട് പോകാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്തരത്തിലൊക്കെ അവരെ നടത്തണമേ, നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ പ്രയാസങ്ങളിൽ, അവരുടെ വേദനകളിൽ, അവരുടെ പ്രശ്നങ്ങളിൽ, അവരുടെ ഹൃദയം നുറുങ്ങുന്ന സങ്കടത്തിൽ ദൈവം അവർക്ക് വേണ്ട കർത്താവെ ആൻസർ കൊടുക്കുവാൻ, ഉത്തരമരുളുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിമൻസ് ഫെലോഷിപ്പിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വിമൻസ് ഫെലോഷിപ്പിൽ കൂടി സഭയ്ക്ക് കിട്ടുന്ന എല്ലാ നേതൃത്വങ്ങൾക്കായിട്ടും നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യാം. സമൂഹത്തെ മാറ്റുവാൻ, കുടുംബങ്ങളെ തിരിച്ചറിയുവാൻ, സമൂഹത്തിന് വേണ്ട നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ നിന്റെ മക്കളിൽ കൂടി സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലേറ്റി ഫെലോഷിപ്പിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം മാനിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സീനിയേഴ്സിനെ എല്ലാം നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. വാർദ്ധക്യത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, വേദനകൾ, മനോവിഷമങ്ങൾ ഒക്കെയുള്ള നമ്മുടെ അങ്കിളുമാർ, ആന്റിമാർ, അപ്പച്ചന്മാർ, അമ്മച്ചിമാർ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്നവരെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നല്ല സഖിയായി, നല്ല കൂട്ടാളിയായി നീ അവിടുന്ന് അവർക്കൊക്കെ താങ്ങും തണലുമായി കൂടിയിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ അത്ഭുതം, ദൈവത്തിന്റെ അതിശയം ഈ നാളുകളിലൊക്കെ അവർ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. രോഗങ്ങളിലായിരിക്കുന്നവർക്ക് കർത്താവെ അവിടുന്ന് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ക്യാൻസറിന്റെ പ്രയാസത്തിലായിരിക്കുന്നവർ, ഡയാലിസിസ് ചെയ്യുന്നവർ, മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാവരെയും നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ അറിവിൽപ്പെട്ടവർ, പെടാത്തവർ, നമ്മുടെ ചുറ്റുമുള്ളവർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ നെയ്ബേഴ്സ് എല്ലാവരെയും, നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവർ എല്ലാവരെയും നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ആരെങ്കിലും പ്രയാസത്തിലോ ദുഃഖത്തിലോ വേദനയിലോ രോഗത്തിലോ ഇന്ന് ആയിരിക്കുന്നുവെങ്കിൽ പിതാവേ, ഈ നിമിഷം തന്നെ നീ അവരോട് ഇടപെടണമേ, നീ അവരോട് സംസാരിക്കണമേ. അവർക്ക് വേണ്ട ശക്തി, ബലം, ആരോഗ്യം കർത്താവെ നീ അവിടുന്ന് കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതുപോലെ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് നീ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം അതാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് നീ ആഗ്രഹിക്കുന്നു. എന്റെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുവാൻ റെഡിയായി നിൽക്കുകയാ. എന്നാൽ മനസ്സറിഞ്ഞ് അവനോട് യാചിക്കുവാൻ, അവനോട് പ്രാർത്ഥിക്കുവാൻ, അവനോട് ചോദിക്കുവാൻ നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട്, നമ്മളെ ഒരുക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ സഭയിൽ നടത്തപ്പെടുന്ന പാഷൻ വീക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രാർത്ഥനകളെയും, എല്ലാ സർവീസിനെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. മോണ്ടി തേഴ്സ്ഡേ ആരാധനയെ നമുക്ക് ഓർക്കാം. ഗുഡ് ഫ്രൈഡേയിലെ മൊഴികളെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന വചനങ്ങളൊക്കെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫർമേഷൻ വരുത്തുവാൻ തക്കവണ്ണം, ഒരു രൂപാന്തരം വരുത്തുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ വേദനകളും നമ്മുടെ പ്രയാസങ്ങളും ഒക്കെ അവിടുന്ന് അറിയുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സകലതും സമസ്തവും നമുക്ക് സമർപ്പിക്കാം. കർത്താവ് നമ്മളെ വചനത്തിൽ കൂടി പഠിപ്പിക്കുന്നത് അതാണ്, സകല ഭാരങ്ങളും എൻ്റെ മേൽ വെച്ചുകൊള്ളുക, സകല ഭാരങ്ങളും എൻ്റെ മേൽ വെച്ചുകൊള്ളുക, അത് ഏറ്റെടുക്കുവാൻ എൻ്റെ ദൈവം റെഡിയാണ്. ഇന്ന് നമുക്ക് എല്ലാ ഭാരങ്ങളും, എല്ലാ പ്രയാസങ്ങളും, എല്ലാ വേദനകളും മറ്റുള്ളവരോട് പറയുവാൻ കഴിയാത്ത തരത്തിൽ ആരെങ്കിലും ഇന്ന് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഹൃദയത്തിൽ ഞരങ്ങുന്നുണ്ടെങ്കിൽ, വേദന അനുഭവിക്കുന്നെങ്കിൽ നമുക്കതെല്ലാം നമ്മുടെ കരങ്ങളിൽ, നമ്മുടെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കാം. പിതാവേ, അല്പസമയം എന്നെ കേൾക്കണമേ, അല്പസമയം എന്നെ കാണണമേ, അല്പസമയം എന്നെ ഒന്ന് തൊടണമേ, എന്നെ ഒന്ന് നോക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മിഷൻ ഫീൽഡുകളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പാസ്റ്റർഹുഡിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സിസ്റ്റേഴ്സ് ഹുഡിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ബിഷപ്പുമാരെ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ അഡ്മിനിസ്ട്രേഷനെ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ചർച്ച് കമ്മിറ്റിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നല്ല ചിന്തയോടെ, നല്ല ആലോചനയോടെ സഭയ്ക്ക് വേണ്ട നേതൃത്വം ദൈവികമായ തരത്തിൽ നടത്തപ്പെടുവാൻ അവരിൽ കൂടി അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവിക ചിന്തയോടെ, ദൈവിക ആലോചനയോടെ, ദൈവിക കൃപയോടെ പരസ്പരം സംസാരിക്കുവാൻ, ഇടപെടുവാൻ,
സഭയുടെ കാര്യങ്ങളൊക്കെ അത്തരത്തിൽ ക്രമീകരിക്കപ്പെടുവാൻ, അത്തരത്തിൽ നടത്തപ്പെടുവാൻ പ്രിയ പിതാവ് അവരിൽ കൂടെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ വിഷയങ്ങളും, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും, നമ്മുടെ എല്ലാ അസ്വസ്ഥതകളും, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും, നമ്മുടെ എല്ലാ നൊമ്പരങ്ങളും നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കാം. പേരുകളൊന്നും ഞാൻ പറയുന്നില്ല, എന്നാൽ എന്റെ ദൈവം സകലവരെയും അറിയുന്നു. ഓരോരുത്തരെയും അറിയുന്ന ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഭരമേൽപ്പിക്കണം. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ സ്നേഹം ഈ നാളുകളിലൊക്കെ നമ്മൾ അറിയുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ നമ്മളെ അതിനായിട്ട് ഒരുക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട അച്ഛനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അച്ഛൻ കടന്നു പോയിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുവാൻ, ദൈവവചനവുമായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അനേകർ ദൈവത്തിങ്കിലേക്ക് ആദായപ്പെടുവാൻ, അനേകരുടെ ജീവിതങ്ങളിൽ ദൈവവചനം ടച്ച് ചെയ്യപ്പെടുവാൻ അവിടുന്ന് സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാൻ, കടന്നുപോയതിനേക്കാളേറിയ സന്തോഷത്തോടെ സമാധാനത്തോടെ മടങ്ങി വരുവാൻ പ്രിയ പിതാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആ സഭയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ജനം അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് അവിടുന്ന് ഇടയാക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ എല്ലാ വിഷയങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അനു പ്രാർത്ഥിക്കുന്നതാണ്. ഹലോ, അനു കേക്കാമോ? കേക്കാമോ? കേക്കാം അനു. ദൈവമേ, ഈ സന്ധ്യാസമയത്ത് കർത്താവെ ഞങ്ങൾക്ക് വീണ്ടും ഒരുമിച്ച് ഇങ്ങനെ കൂടുവാൻ നീ തന്ന അവസരത്തിനായിട്ട് കർത്താവെ ദൈവമേ, ഞങ്ങൾ നിങ്ങൾക്ക് നന്ദി കരയേറ്റുന്നു കർത്താവെ. ദൈവമേ, ഇന്നത്തെ പകൽക്കാലം കർത്താവെ നീ ഞങ്ങളോട് കൂടെ ഇരുന്ന് കർത്താവെ ഞങ്ങളുടെ യാത്രയിലും പോക്കിലും വരവിലും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും കർത്താവെ കൂടെ ഇരുന്നതിനായിട്ട് കർത്താവെ ദൈവമേ നിനക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങൾ ബലഹീനരും പാപികളും തെറ്റിപ്പോകുന്നവരുമാണ് കർത്താവെ. ദൈവമേ, ഈ നോയമ്പ് കാലത്ത് കർത്താവെ ഞങ്ങളെ തന്നെ ശോധന ചെയ്ത് കർത്താവെ നിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ദൈവമേ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ വിശ്വാസത്തിലുള്ള കുറവുകളും ഞങ്ങളുടെ പാപ സ്വഭാവങ്ങളും ഒക്കെ കർത്താവെ ദൈവമേ ഞങ്ങൾ അകറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്നെ കൂടുതൽ ആശ്രയിക്കുവാൻ കർത്താവെ, കൂടുതൽ ശക്തിയായിട്ട് പ്രാർത്ഥിക്കുവാൻ കർത്താവെ, വിശ്വാസത്തിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, നിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ചു കർത്താവെ. നിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ വാക്കുകളും ഞങ്ങളുടെ പ്രവൃത്തികളും ഞങ്ങളുടെ ചിന്തകളും ഒക്കെ കർത്താവെ നിനക്ക് പ്രസാദമുള്ളതാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഈ നോയമ്പ് കാലത്ത് അതിനായിട്ട് ഞങ്ങളെ നീ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ദൈവമേ, ഈ സമയത്ത് ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നേതൃത്വം നൽകുന്ന അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ മകന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ ഇരുന്ന് കർത്താവെ നീ അത് ചെയ്യുവാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇപ്പോൾ സിംഗപ്പൂർ ആയിരിക്കുന്നിടത്ത് കർത്താവെ നീ കാത്തുകൊള്ളണമേ. അവിടുത്തെ ആ ശുശ്രൂഷകളും കൺവെൻഷനും ഒക്കെ ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് ചെയ്യുവാൻ ദൈവമേ നീ സഹായിക്കണം. അത് അവിടെ ഉള്ളവർക്കൊക്കെ ദൈവമേ അവരുടെ ജീവിതത്തിന് അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മടക്കി യാത്രയിലും ഒക്കെ കർത്താവെ നിന്റെ കൃപ കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൊച്ചമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചെയ്യുന്ന ശുശ്രൂഷകളൊക്കെ ശക്തിയായിട്ട് ചെയ്യുവാൻ ദൈവമേ നീ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുടുംബമായിട്ട് ദൈവമേ നീ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സഭയിലെ എല്ലാ സംഘടനകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ചർച്ച് കമ്മിറ്റിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സഭയ്ക്ക് നല്ല നേതൃത്വം കൊടുക്കുവാൻ ഓരോ കമ്മിറ്റി അംഗങ്ങളെയും ദൈവമേ നിന്റെ കൃപയാലും നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഈ സമയത്ത് കർത്താവെ മറ്റ് സംഘടനകളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവെ നിന്റെ നാമമഹത്വത്തിനായിട്ട് പ്രവർത്തിക്കുവാൻ ഒരുമയോടെ ആയിരിക്കുവാൻ ദൈവമേ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, പ്രായത്തിലും ക്ഷീണത്തിലും ഒക്കെ ആയിരിക്കുന്നവരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലവിധ രോഗത്താലും ട്രീറ്റ്മെന്റിലും ഒക്കെ ആയിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവം നിന്റെ സൗഖ്യമാക്കുന്ന കരം വെച്ച് കർത്താവെ നീ അവരെല്ലാം സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഈ സമയത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ പഠനത്തിലും വളർച്ചയിലും ഒക്കെ കൂടെ ഇരിക്കണമേ. സൺഡേ സ്കൂളിലും ഒക്കെ അവർ പഠിക്കുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിന് അനുഗ്രഹമാക്കി തീർക്കണമേ. ദൈവമേ, ദൈവമുള്ളവരായിട്ട് വളർന്നു വരുവാൻ ദൈവമേ നീ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഒക്കെ പരീക്ഷ എഴുതിയവരെയും പുതിയ ക്ലാസ്സിലേക്ക് പ്രവേശിച്ചവരെയൊക്കെ
ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ ഭാവി ജീവിതം എല്ലാം അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, യൂത്ത്സിനെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൂടുതൽ ദൈവമേ നിന്നിൽ ആശ്രയിച്ച് കർത്താവെ ജീവിക്കുവാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരെ നിങ്കിലേക്ക് കൊണ്ടുവരുന്നവരായി തീരുവാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ കർത്താവെ, വിമൻസ് എല്ലാ സ്ത്രീജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവരായിരിക്കുന്നിടത്തെല്ലാം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവമേ അവരെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ ഇടവയില് വേർപാണ്ട് ദുഃഖത്തില് കഴിയുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, നിന്റെ സ്വർഗീയ സമാധാനവും ആശ്വാസവും ഒക്കെ ദൈവമേ നീ അവർക്ക് പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, മാനസിക പ്രയാസത്തിലും ഭാരങ്ങളിലും ഒക്കെ ആയിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, നിന്റെ സ്വർഗീയ സമാധാനം ആശ്വാസം കൊടുത്ത് ദൈവമേ നീ അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നമ്മുടെ ഇടവയിലെ എല്ലാ കുടുംബാംഗങ്ങളെയും എല്ലാ അംഗങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരുന്ന് സഹായിക്കണമേ കർത്താവെ. ദൈവമേ, ഈ ആഴ്ച നടക്കുന്ന എല്ലാ പ്രാർത്ഥനകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത് എല്ലാം ഭംഗിയായിട്ട് നടക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിന് പ്രയോജനവും ദൈവമേ പുതുക്കത്തിനും കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, എല്ലാ സുവിശേഷ പ്രവർത്തകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അച്ഛന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ബിഷപ്പ്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശുശ്രൂഷകളിലൊക്കെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരെ ബലപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ രാജ്യത്തെയും ഭരണാധികാരികളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, നീതിയോടും ന്യായത്തോടും ഭരിക്കുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇലക്ഷനൊക്കെ ആയിരിക്കുന്ന സംസ്ഥാനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, രാജ്യത്തിന് പ്രയോജനമുള്ള ഭരണകൂടമൊക്കെ വരുവാൻ ദൈവമേ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോക സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യുദ്ധങ്ങൾ പലയിടങ്ങളിൽ നടക്കുന്നല്ലോ, അത് ഞങ്ങളുടെ എല്ലാ ജീവിതത്തെ ബാധിക്കുന്നു കർത്താവെ. അതിനൊക്കെ എത്രയും പെട്ടെന്ന് വ്യത്യാസം വരുവാനും ദൈവമേ ലോക നേതാക്കൾക്ക് അതിനുള്ള ദൈവിക കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഈ പ്രാർത്ഥനയെ വീണ്ടും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവെ. നിന്റെ സാന്നിധ്യം കൃപ കൂടി ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നേതൃത്വം നൽകുന്ന കൊച്ചമ്മയെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവെ. നീ ശക്തീകരിക്കണമേ കർത്താവെ. വചനം പറയുമ്പോഴൊക്കെ കർത്താവെ നിന്റെ കൃപ കൂടിയിരിക്കണമേ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാകുവാൻ, അത് ഞങ്ങളുടെ ജീവിതത്തെ പുതുക്കുവാൻ ദൈവമേ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. എല്ലാ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. താങ്ക് യു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ വചന ശുശ്രൂഷയല്ല ആക്ച്വലി ഇന്നത്തെ നമ്മുടെ നോമ്പിന്റെ ധ്യാനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ ഈ വചനങ്ങളാലൊക്കെ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രൊവേർബ്സിൽ നിന്നുള്ള ഒരു ഭാഗമാണ്, സദൃശ്യവാക്യങ്ങളിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. അത് എനിക്ക് തോന്നുന്നു നമുക്ക് വളരെയധികം പരിചയമുള്ള ഒരു ഭാഗമാണ്. എന്നാൽ പ്രത്യേകിച്ച് ഞാൻ ഇന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഒരു ശരീരത്തിന്റെ ഒരു പാർട്ടിനെ കുറിച്ചാണ്. നമ്മൾ ഏറ്റവും അധികം എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന, മറ്റുള്ളവരെ സഹായിക്കാനും ഉപദ്രവിക്കുവാനും മറ്റുള്ളവരെ ചേർത്ത് നിർത്തുവാനും ഒക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന നമ്മുടെ സെൻസ് ഓർഗനിലെ ഒരു ഓർഗൻ. അതാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. അത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത് നാവിനെ കുറിച്ചാണ്. നാവ്, ടങ്ങിനെ കുറിച്ചാണ്. പ്രോവേർബ്സ് ചാപ്റ്റർ 12 വേഴ്സ് 18. The words of the reckless pierce like swords, but the tongue of the wise brings healing. അവിടെ പറയുന്നത്, നാവ് കൊണ്ട് കുത്തുന്നത് പോലെ മൂർച്ചയായി സംസാരിക്കുന്നവരുണ്ട്, ജ്ഞാനികളുടെ നാവോ സൗഖ്യം നൽകും. പല വേർഷനിൽ ഒരു പക്ഷെ നമ്മുടെ മലയാളം ട്രാൻസ്ലേഷൻ തന്നെ പലതായിരിക്കാം. ഒരു പക്ഷെ ഞാൻ വായിച്ച അതേ ട്രാൻസ്ലേഷൻ ആണോ നിങ്ങൾക്കുള്ളതെന്ന് എനിക്ക് അറിയില്ല. കാരണം ഞാൻ ഒരു മലയാളം ട്രാൻസ്ലേഷൻ വേറൊരു ബൈബിളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് ഞാനിപ്പോൾ ഇവിടെ ഉച്ചരിച്ചത്. നാവ് കൊണ്ട് കുത്തുന്നത് പോലെ മൂർച്ചയായി സംസാരിക്കുന്നവരുണ്ട്,
ജ്ഞാനികളുടെ നാവും സൗഖ്യം നൽകും. The words of the reckless pierce like swords, but the tongue of the wise brings healing. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം നാവ് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നാവ്. എന്ത് സംസാരിക്കുന്നു, എങ്ങനെ സംസാരിക്കുന്നു, ആരോട് സംസാരിക്കുന്നു, ഇതൊക്കെ ഇന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് തന്നെ അതറിയാം. ഈ റെക്ലെസ് വേർഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, വളരെ കെയർലെസ് ആയിട്ട് റാഷ് ആയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ് അല്ലേ. ചിലപ്പോൾ ഈ കെയർലെസ് ഓർ റാഷ് സ്പീച്ച് ക്യാൻ കോസ് ഡീപ്പ് ഇമോഷൻ വൂൺസ് എന്നാ പറയുന്നത്. സിമിലർ ടു എ സ്വോർഡ് ത്രസ്റ്റ്. ഈ എന്താ പറയുന്നത്, വാള് കുത്തി കയറ്റുന്നത് പോലെയുള്ള മുറിവേൽപ്പിക്കാൻ കഴിവുള്ള ഒന്നാണ് വാക്ക്. വാക്കും നാക്കും. നമ്മളെപ്പോഴും പറയത്തില്ലേ, വേർഡ് ആൻഡ് ടങ്. നാക്കും വാക്കും വളരെ പവർഫുൾ ആണ്. നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനാണ് ഈ ടങ് എന്ന് പറയുന്നത്. നമ്മൾ ബൈബിളൊക്കെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാനത്തിന് ഇരിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കുവാൻ, കാരണം ഞാൻ ഇന്ന് കൂടുതലും ബൈബിൾ പോർഷൻസ് ആയിരിക്കും പറയുന്നത്. ബൈബിൾ വേർഡ്സ് ആണ് ഞാൻ കൂടുതൽ ഇന്ന് ഉപയോഗിക്കുന്നത്. കാരണം അത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത്രത്തോളം വാക്കുകൾ ദൈവവചനത്തിൽ ഈ ഒരു അവയവത്തെ, ഈ ഒരു ഓർഗനെ കുറിച്ച് പറയുന്നുണ്ടോ എന്ന്. കാരണം അതൊന്നും ഈ ഒരു 15 മിനിറ്റ് കൊണ്ട് എനിക്ക് തോന്നുന്നില്ല പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന്. അത്രത്തോളം വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയും ഒരു ഓർഗനുമാണ് നാവെന്ന് പറയുന്നത്. നമ്മളവിടെ കാണുന്നത് വൈസ് പീപ്പിൾ യൂസ് ദെയർ സ്പീച്ച് ടു ഹീൽ, കംഫർട്ട് ആൻഡ് ബ്രിങ് പീസ് എന്നാ പറയുന്നത്. അതായത് ഒരു ബുദ്ധിയായ ജ്ഞാനിയായ ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ കൂടി നമുക്ക് ചില സൗഖ്യങ്ങൾ പ്രാപിക്കുവാനായിട്ട് കഴിയും, ചില ആശ്വാസം നമുക്കുണ്ടാകും. അതുപോലെ സമാധാനം നൽകുവാൻ, സന്തോഷം നൽകുവാൻ നമുക്ക് നമ്മുടെ വാക്കുകളിൽ കൂടെ കഴിയും. നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ നാവുകൾ കൊണ്ട് നമ്മൾ എപ്പോഴും പറയത്തില്ലേ, അവര് പറഞ്ഞത് എനിക്ക് ശരിക്കും ഹർട്ട് ചെയ്തു, അങ്ങനെ പറയരുതായിരുന്നു. ചിലപ്പോൾ നമ്മൾ പറയും, അവൻ പറഞ്ഞത് എനിക്ക് മറക്കാൻ പറ്റില്ല, എന്നെ തകർത്ത് കളഞ്ഞു എന്ന് നമ്മൾ പറയും അല്ലെ. എന്നെ ഡെസ്ട്രോയ് ചെയ്യുന്ന തരത്തിലാണ് അവൻ സംസാരിച്ചത്. അപ്പൊ വാക്കുകളുടെ പവർ എന്ന് പറയുന്നത്, ഒരു വാക്കിന് അത്രത്തോളം പവറുണ്ട്, ശക്തിയുണ്ട്. ആ വാക്കുകൾ എങ്ങനെയാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. അതൊരു വെപ്പണാണ്. നാവ് എന്ന് പറയുന്നത് ഒരു ആയുധമാണ് അല്ലെ. നമ്മൾ പറയത്തില്ലേ, നാവ് കൊണ്ട് നമ്മൾ എന്തും പറയും. നാവ് നമ്മുടെ ഒരു വലിയ ആയുധം. നമുക്കൊരു പക്ഷേ ഫിസിക്കലി നമ്മൾ ഇച്ചിരി വീക്ക് ആയിരിക്കും, നമ്മൾ അത്ര സ്ട്രെങ്ത് ഉള്ളവരായിരിക്കത്തില്ല. ഫിസിക്കലി നമ്മൾ വീക്ക് ആണെങ്കിൽ പോലും നമ്മുടെ ടങ് കൊണ്ട് നമ്മൾ പിടിച്ചു നിൽക്കും അല്ലെ. വാക്കുകൾ കൊണ്ട് നമ്മൾ പിടിച്ചു നിൽക്കും. ചില വാക്കുകളൊക്കെ പറയുമ്പോൾ അതിനെ ഖണ്ഡിക്കാൻ, അതിനെ ഭേദിക്കാൻ, അതിനെ ഓവർകം ചെയ്യാനായിട്ട് ചിലവർക്ക് സാധിക്കില്ല. അത്രത്തോളം പവർഫുൾ ആയിട്ടാണ് ചിലവർ സംസാരിക്കുന്നത്. നമ്മൾ പറയത്തില്ലേ, അതോറിറ്റേറ്റീവ് ആയിട്ട് സംസാരിക്കും. ചിലപ്പോ ഞാൻ വർത്തമാനം പറയുമ്പോഴൊക്കെ നിങ്ങളിൽ പലരും അങ്ങനെയല്ലേ പറയുന്നത്, കുറച്ചും ഭയങ്കര അതോറിറ്റേറ്റീവ് ആയിട്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ ചിലവർ വർത്തമാനം പറയുമ്പോൾ, ചിലവർ സംസാരിക്കുമ്പോൾ, ചിലവരുടെ നാവ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്കൊരു ആശ്വാസം, നമുക്കൊരു സമാധാനം, ഒരു എന്താ പറയുന്നത്, നമ്മൾ പറയത്തില്ലേ, നമുക്കൊരു ഇമോഷണലി അല്ലെങ്കിൽ സ്പിരിച്വലി ഒരു ഹീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. അതാ നമ്മൾ പറയുന്നത്, the tongue is powerful enough to create peace and love. സമാധാനവും സന്തോഷവും ക്രിയേറ്റ് ചെയ്യാൻ തക്ക മതിയായ ഒരു ആയുധം, ഒരു ശക്തിയാണ് നാവ് എന്ന് പറയുന്നത്. The tongue is powerful enough to create peace and love. സമാധാനവും സന്തോഷവും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ശക്തിയുള്ള, അധികാരമുള്ള ഒരു ഓർഗനാണ് നാവ്. ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ എന്ത് പറയണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ആലോചിച്ച്, സത്യം പറഞ്ഞാൽ ഇത് രാവിലെയാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്, എന്ത് പറയണം.
ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു നോമ്പിന്റെ കാലഘട്ടത്തിൽ കൂടിയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ അത് കേൾക്കുന്നുണ്ട്. ഇനിയും കൂടുതലായിട്ട് ഇനിയും വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ കുരിശിനെ കുറിച്ച് കൂടുതലായിട്ട് ധ്യാനിക്കുന്നു. നമ്മൾ ഈ ധ്യാനത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഈ നോമ്പൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ലെഞ്ചിന്റെ പ്രത്യേകത എന്താ? നമ്മൾ ലെഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിനോമിനേഷൻ വ്യത്യാസമില്ലാതെ ഈ പ്രാവശ്യം എല്ലാ വർഷവും നോമ്പ് എന്ന് പറയുന്നത് ഫുഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അല്ലെ? ഓരോരുത്തർക്കും ഓരോ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ചിലവർ ഫുഡ് റെസ്ട്രിക്ട് ചെയ്യും, നോൺ വെജ് കഴിക്കത്തില്ല. വെജിറ്റേറിയൻ കഴിക്കുന്നവർ തന്നെ ചില വെജിറ്റബിൾസ് ഒന്നും കഴിക്കത്തില്ല. ട്രാവൽ റെസ്ട്രിക്ട് ചെയ്യുന്നവരുണ്ട് അല്ലെ? അധികം എപ്പോഴും ടൂറിന് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ലെന്റ് കഴിയുന്നത് വരെ അങ്ങനെ ചെയ്യത്തില്ല. മാരേജ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് CSI സഭയുടെ ഒക്കെ പഠനവും പ്രമാണങ്ങളും ഒക്കെ അനുസരിച്ച് ഈ കാലഘട്ടങ്ങളിലൊന്നും വിവാഹം നടക്കത്തില്ലെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാ സഭയ്ക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. നോമ്പിന്റെ കാലയളവിൽ നമ്മൾ വിവാഹം കഴിക്കില്ല. അതൊക്കെ റെസ്ട്രിക്ട് ചെയ്യപ്പെട്ടിരിക്കുക. അപ്പം നമുക്ക് ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ റെസ്ട്രിക്ട് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ വാക്ക്, നമ്മുടെ നാവിനെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്താൽ നമ്മുടെ നോമ്പും നമ്മുടെ ജീവിതവും എല്ലാം ഓക്കെ ആയിത്തീരും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അത് ഞാൻ പറയുക മാത്രമല്ല, ഈ ഒരു വേദഭാഗങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അത്തരത്തിലാണ്. നാവിനെ കടിഞ്ഞാണിടുവാൻ നമുക്ക് കഴിയണം. നാവിനെ കൺട്രോൾ ചെയ്യുവാൻ നമുക്ക് കഴിയണം. നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മളെ വളരെ സങ്കടപ്പെടുത്തുന്ന, വേദനപ്പെടുത്തുന്ന വേർപാട് നമ്മുടെ സഭയിലുണ്ടായി. ആ സമയത്തൊക്കെ പ്രിയപ്പെട്ട ലിസി ആന്റിയെ, പ്രിയപ്പെട്ട റോബിനെ, റിനിയെ ഒക്കെ കംഫർട്ട് ചെയ്യുവാനായിട്ട് നമ്മളിൽ പലരും ശ്രമിച്ചു. അതൊക്കെ നമ്മൾ ശ്രമിച്ചത് എങ്ങനെയാ? നമ്മളെല്ലാവരും അവരെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചത് നമ്മുടെ വാക്കുകളിൽ കൂടെയാണ്. ആന്റി, സാരമില്ല, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ദൈവം അറിയുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ചവരെ കംഫർട്ട് ആക്കുവാനായിട്ട് നോക്കിയതെല്ലാം നമ്മുടെ വാക്കുകളിൽ കൂടെയാണ്. എന്നാൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും ചിലരെ നമ്മൾ കംഫർട്ട് ആക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അത് നല്ല കാര്യം. പക്ഷേ അങ്ങോട്ട് മാറി അതേ നാവ് കൊണ്ട് തന്നെ നമ്മൾ ദോഷം ചിന്തിക്കുന്ന ഇടത്താണ് നമ്മുടെ ജീവിതം എല്ലാം നിഷ്ഫലമായി പോകുന്നത്, വർത്ത്ലെസ് ആയി പോകുന്നത് അവിടെയാണ് അല്ലേ? പ്രോവേർബ്സ് 18:21 പറയുന്നത്, അതായത് സദൃശ്യവാക്യങ്ങൾ 18-ാം അധ്യായം 21 പറയുന്നത്, the tongue has the power of life and death. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ ആ ഭാഗം? ഞാൻ അതിന്റെ എല്ലാം ഒരു ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. ആക്ച്വലി അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു വന്നാലേ നമുക്ക് കൂടുതൽ അത് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. The tongue has the power of life and death. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലുണ്ടെന്നാ പറയുന്നത്. അപ്പൊ നമ്മുടെ ടങ് എന്ന് പറയുന്നത് ഒരു നിസ്സാരപ്പെട്ട ആളല്ല. ഒരു മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിടുവാൻ, ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും കപ്പാസിറ്റിയുള്ള, പവർഫുൾ ആയിട്ടുള്ള, ശക്തിയുള്ള, അധികാരമുള്ള ഒരു ഓർഗനാണ് ഈ ചെറിയ നാവ്. അധികം ആർക്കും കാണുവാൻ കഴിയാത്ത, എപ്പോഴും ഉള്ളിൽ തന്നെ വസിക്കുന്ന നാവ് അല്ലെ? നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ നമ്മുടെ കണ്ണ് മറ്റുള്ളവർക്ക് കാണാം, നമ്മുടെ നോസ്ട്രൽസ് എല്ലാം മറ്റുള്ളവർക്ക് കാണാം, നമ്മുടെ ലിപ്സ് കാണാം, മൗത്ത് കാണാം, ഇയേഴ്സ് കാണാം, ഹാൻഡ്സ് കാണാം, ലെഗ്സ് കാണാം അല്ലെ? ഫിംഗേഴ്സ് കാണാം, ഹെയർ കാണാം, ഹെഡ് കാണാം. ഇതൊക്കെ ഫിസിക്കലി നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നതാണ്. എന്നാൽ നാവ് എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും നാവ് പുറത്തിട്ടുകൊണ്ടാണോ നടക്കുന്നത്? നോ, വി ഡോണ്ട് ഡു അല്ലേ? യൂഷ്വലി നമ്മൾ എപ്പോഴും എന്താ, നമ്മുടെ ടങ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഉള്ളിൽ കൊണ്ട് നടക്കുന്ന കാര്യമാണ്. ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ പോലും മറ്റുള്ളവർ അത് ശ്രവിക്കുന്നതേ ഉള്ളൂ. മറ്റുള്ളവർ ആ നാവിനെ എങ്ങനെയൊക്കെയാ നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്നതെന്ന് അവർ കാണുന്നില്ല അല്ലേ? മറ്റുള്ളവർ അത് കാണുന്നില്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുവെങ്കിലും എന്റെ നാവ് എത്തരത്തിൽ, ഏത് ഡയറക്ഷനിൽ എങ്ങോട്ട് ചലിക്കുന്നു, എങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ കാണുന്നില്ല. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് എന്റെ നാവ് കൊണ്ടാണ്. അപ്പോൾ എന്റെ നാവിന് എത്രമാത്രം ശക്തിയുണ്ട്. എന്റെ നാവിന് നിങ്ങളെ ജീവിപ്പിക്കാനാണോ,
നിങ്ങളെ മരണത്തിലേക്ക് തള്ളിയിടുവാനാണോ ശക്തിയുള്ളത്? എത്തരത്തിലാണ് ഞാൻ എന്റെ നാവിനെ ഉപയോഗിക്കുന്നത്, എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ടാ ദൈവവചനം പറയുന്നത് the tongue has the power of life and death. മരണത്തിനും ജീവനും മരണവും ജീവനും നാവിന്റെ അധികാരത്തിലുണ്ട്. കാരണം നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കിലും ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം, ഒരു മനുഷ്യനെ ഞാൻ എങ്ങനെ കാണുന്നു, ഒരു മനുഷ്യനെ ഞാൻ എങ്ങനെ മനസ്സിലാക്കുന്നു, ഒരു മനുഷ്യൻ എന്റെ കൂടെ എങ്ങനെ നിൽക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കുന്നത് എന്റെ നാവിന്റെ ബേസിസിലാണെന്നാ പറയുന്നത്. അത് സാരമില്ലടാ, അത് കുഴപ്പമില്ല, നമുക്കതൊക്കെ മാനേജ് ചെയ്യാം. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറയും അല്ലെ, അത് അവന് വലിയൊരു ബലമാണ്, അല്ലെ അവൾക്ക് വലിയൊരു ബലമാണ്. നമ്മുടെ ജോലിയിൽ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, കുടുംബജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പ്രയാസങ്ങളും വേദനകളും ഒക്കെ അനുഭവിക്കുന്നവരുണ്ട്. അതൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ പേരൻസ്, നമ്മുടെ സിബ്ലിങ്സ് നമ്മളോട് പറയുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ വന്ന് നമ്മളോട് പറയുമ്പോൾ അതിനോടുള്ള നമ്മുടെ റെസ്പോൺസ് എന്താണ്? അതാണ് അവനെ പിന്നീട് വന്ന് നമ്മളോട് പറയണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. നമ്മളുമായിട്ടുള്ള ഒരു ബന്ധം നിശ്ചയിക്കുന്നത് അങ്ങനെയാണ്. അതുപോലെ പ്രോവേർബ്സ് ചാപ്റ്റർ 10:11 സദൃശവാക്യങ്ങൾ 10-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദ മൗത്ത് ഓഫ് ദ റൈച്ചസ് ഇസ് എ ഫൗണ്ടൻ ഓഫ് ലൈഫ്. നീതിമാന്റെ വായ് ജീവന്റെ ഉറവയാകുന്നു. എന്തൊരു മനോഹരമായിട്ടാണ് ദൈവവചനം ഇതൊക്കെ നമ്മളെ ഓർപ്പിക്കുന്നതെന്നറിയാമോ? നീതിമാന്റെ വായ് ജീവന്റെ ഉറവയാകുന്നു. അപ്പോൾ ഒരു മനുഷ്യന്റെ നാവിന് എത്രത്തോളം ശക്തിയുണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരാളുടെ ഫോൺ വരുമ്പോൾ ഒരാൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയും സാരമില്ല. ഇപ്പൊ എന്നെ ചില ദിവസങ്ങളിലൊക്കെ ചിലവരൊക്കെ വിളിച്ചു പറയും, കൊച്ചമ്മ വിഷമിക്കേണ്ട, ഞങ്ങളൊക്കെ ഉണ്ട്, എന്ത് ആവശ്യത്തിനുമുണ്ട്, അച്ഛനില്ലെന്നോർത്ത് അച്ഛൻ സങ്കടപ്പെടേണ്ട, അച്ഛൻ പോയെങ്കിലും അച്ഛൻ സന്തോഷത്തോടെ അവിടെ ആയിരുന്നോളൂ, ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ അച്ഛന്റെ കൂടെ ഉണ്ട്, അച്ഛനെല്ലാം നന്നായിട്ട് ചെയ്തിട്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബലം അല്ലേ, സാരമില്ല, ഇതിനെയൊക്കെ എനിക്ക് ഓവർകം ചെയ്യുവാൻ കഴിയും എന്ന് എന്റെ ചുറ്റുമുള്ളവർ എന്നെ ഓർപ്പിക്കുമ്പോൾ, അവർ എനിക്ക് ബലം തരുമ്പോൾ, അവർ എന്നോട് അത്തരത്തിൽ എന്നോട് സംസാരിക്കുമ്പോൾ എന്റെ ചിന്തകൾക്ക് മാറ്റമുണ്ടാകുന്നു, എന്റെ ഫ്രസ്ട്രേഷൻ ഇല്ലാതെയാകും. എന്നാൽ പലപ്പോഴും നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ നിരാശപ്പെടുത്തുന്ന തരത്തിലാണെങ്കിൽ, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, ശരിയാണ്, ഒരു പക്ഷേ നമ്മൾ പലപ്പോഴും ഫ്രസ്ട്രേറ്റഡാ, നമ്മളെല്ലാവരും പല കാര്യങ്ങളിലും ഫ്രസ്ട്രേറ്റഡാ, എല്ലാവരോടും ഒന്നും പറയുന്നില്ലെങ്കിൽ പോലും പലരുടെയും വിഷമതകൾ പലരുടെയും ജീവിതവുമായി കൂടുതൽ അടുക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പലർക്കുമുണ്ട്. മറ്റുള്ളവരോട് പറയുവാൻ കഴിയത്തില്ല, ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുവാൻ കഴിയുന്നില്ല, റിലേറ്റീവ്സിനോട് ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല, പേരൻസിനോട് പറയുവാൻ കഴിയുന്നില്ല. അത്തരത്തിലൊക്കെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്, പലരുമുണ്ട്. എന്നാൽ അത് നമ്മളെ വിശ്വസിച്ച് ദൈവത്തിൽ നമുക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ് ഒരു പക്ഷേ നമ്മളെ അവരെ സമീപിക്കുന്നത്. ആ വിശ്വാസം, ആ ദൈവികമായ വിശ്വാസം നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവരുടെ ചിന്തയിൽ ഉണ്ടാകുന്ന മാറ്റം, അവർക്ക് ജീവിക്കുവാനുള്ള ആഗ്രഹം. ഞാൻ പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഈ സൂയിസൈഡ് എന്ന് പറയുന്നത്, ഇടയ്ക്ക് ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ മാറിയിരിക്കുമായിരുന്നു. എന്നാൽ വീണ്ടും ഈ ഒരു അടുത്ത സമയത്ത്, ഇന്ന് രാവിലെ എന്റെ ഒരു ക്ലാസ്മേറ്റ് സൂയിസൈഡ് ചെയ്തു. എന്നെ വളരെയധികം വിഷമിപ്പിച്ച, എന്നെ തകർത്ത് കളഞ്ഞ ഒരു സംഭവമാണ്. എന്റെ വീടുമായിട്ട് അത്തരത്തിൽ ബന്ധമുള്ള ഒരു പയ്യൻ, അവന് അവന്റെ അമ്മയ്ക്ക്, അവന്റെ അമ്മ എനിക്ക് തോന്നുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയം തൊട്ടേ അവൻ സിംഗിൾ ചൈൽഡ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ അവന്റെ പിതാവ് അവൻ ജനിച്ചപ്പോ തന്നെ അവനെ ഇട്ടിട്ട് പോയി. അവന്റെ അമ്മ ഒത്തിരി കഷ്ടപ്പെട്ട അവനെ വളർത്തിയത്. അവന്റെ അമ്മ പണ്ട് ഈ കമ്പ്യൂട്ടർ ഒക്കെ വരുന്നതിന് മുൻപ് ടൈപ്പ് റൈറ്റർ ഉണ്ടായിരുന്നു, അത് പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു പുള്ളിക്കാരത്തി. എല്ലാരും ടീച്ചർ എന്നാണ് വിളിക്കുന്നത്. അവന്റെ പേര് ശ്രീനി എന്നാണ്. അവന് അത്തരത്തിൽ അവനൊരു സിംഗിൾ ചൈൽഡ് ആയിട്ടൊക്കെ വളരെ ഈ കുഞ്ഞു പിള്ളേരുടെ സ്വഭാവം. അവന് കുഞ്ഞു പിള്ളേർ, ഞങ്ങൾ എപ്പോഴും അവനെ കളിയാക്കുമായിരുന്നു. എപ്പോഴും അവന് പെട്ടെന്ന് കരയും. സാധാരണ ബോയ്സ് ഒന്നും അങ്ങനെ കരയാറൊന്നുമില്ല. ഇത് നമ്മൾ എന്തെങ്കിലും അവനെ കളിയാക്കിയാൽ പെട്ടെന്ന് കരയും. അവന് ചെറിയ നിസ്സാര കാര്യം മതിയായിരുന്നു. പക്ഷെ വളർന്നു വന്നപ്പോൾ ഞാൻ പിന്നെ ഒരുപാട് വർഷങ്ങളായി 7th വരെ ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു അടുത്ത സമയത്ത് കഴിഞ്ഞ മാസം എന്റെ മമ്മി എന്നെ വിളിച്ച് പറഞ്ഞു, വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു, അവന് ഭയങ്കര സന്തോഷം, നിന്നെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് ഞാൻ അവനെ വിസിറ്റ് ചെയ്തോളാം, അവന്റെ അടുത്ത് പൊയ്ക്കോളാം എന്നൊക്കെ പറഞ്ഞതാണ്. ഇന്ന് രാവിലെ എന്റെ മമ്മി എനിക്ക് മെസ്സേജ് ഇട്ടപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ പറഞ്ഞു, എന്താ കാരണമെന്ന് അറിയത്തില്ല. രാവിലെ വൈഫ് എഴുന്നേറ്റ് വന്ന് നോക്കിയപ്പോൾ അവന് റൂമില് ഹാങ് ചെയ്ത് നിൽക്കുകയെന്ന് പറഞ്ഞു.
എന്താണ് റീസൺ എന്നുള്ളതിനെ കുറിച്ച് അറിയത്തില്ല. എന്നാൽ നമുക്കറിയില്ല എങ്ങനെയാണ് മനുഷ്യർ പ്രശ്നങ്ങളെ കാണുന്നത്, എന്താണ് അവരുടെ മനസ്സിൽ ഉള്ളത്. ഒരു പക്ഷേ അവന്റെ ഭാര്യയോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായിരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവന് വിശ്വസിക്കാൻ ഒരാളില്ലാതെ പോയോ, അവന് വിശ്വസിച്ച് പറയുവാൻ, അവന്റെ പ്രശ്നങ്ങൾ പറയുവാൻ ഒരാളില്ലാതെ പോയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഈ ഒരു സമയത്തൊക്കെ ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ചിന്തിക്കുന്നത്, എന്നെ ഏറ്റവും അധികം അറിയുന്ന, എന്റെ ഹൃദയത്തെ അറിയുന്ന, എന്റെ വേദനകളെ അറിയുന്ന ഒരു ദൈവം എന്നോട് കൂടെയുണ്ട് എന്നുള്ളതാണ്. ആ ദൈവത്തെ നമ്മൾ കൂടുതലായി അറിയുമ്പോൾ, ആ ദൈവത്തെ കൂടുതലായി നമ്മൾ ഏറ്റെടുക്കുമ്പോൾ, മനസ്സിലാകുമ്പോൾ, പലപ്പോഴും നമ്മുടെ നാവുകൾ കൊണ്ട് നമുക്ക് അരുതാത്തതൊന്നും പറയുവാനായിട്ട് കഴിയില്ല. നമ്മുടെ നാവ് മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായിരിക്കും. നമ്മൾ പറയത്തില്ലേ, some people have the terrible ability to speak in a manner that stabs and slices others. അല്ലെ, മറ്റുള്ളവരെ കുത്തി നോവിപ്പിക്കുന്ന, മറ്റുള്ളവരെ വ്രണപ്പെടുത്തുന്ന, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ചില സ്വഭാവങ്ങൾ ഉള്ളവരുണ്ട്. അത് അവര് സംസാരിക്കുമ്പോൾ അവരുടെ ഒരു കഴിവിനെ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അവര് സംസാരിക്കാൻ വരുമ്പോഴേ നമുക്ക് പേടിയാ, നമുക്ക് ഭയമാ. കാരണം എങ്ങനെയാണ് അവർ നമ്മളോട് സംസാരിക്കുക, എങ്ങനെയാണ് അവർ നമ്മളോട് ഇടപെടുക, എന്താണ് അവൻ പറയുവാനായിട്ട് ശ്രമിക്കുന്നത്, നമ്മളെ ആശ്വസിപ്പിക്കുവാണോ, നമ്മളെ വേദനിപ്പിക്കുവാണോ? ചിലവരോടൊക്കെ വർത്താനം പറയാതെ തന്നെ നമ്മൾ ഒഴിഞ്ഞു പോകും, അല്ലെ? നമ്മൾ പറയത്തില്ലേ, ചിലവർ എന്നോട് വന്ന് പറയാറുണ്ട്, കൊച്ചുമ്മ ഞാൻ കഴിവതും പള്ളി കഴിഞ്ഞിട്ട് നിൽക്കാറില്ല. ചിലവരൊക്കെ എന്നോട് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. എനിക്ക് പിന്നെ ആ ഒരാഴ്ചത്തേക്ക് എന്റെ സകല മൂടും പോകുമെന്ന് അവർ പറയും. എന്നെ വേദനിപ്പിക്കുന്ന, എന്നെ വ്രണപ്പെടുത്തുന്ന, അവർക്കറിയാം എനിക്ക് ഈ പ്രശ്നമുണ്ട് എന്നറിയാം. അതിനെ ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ഫേസ് ചെയ്ത് ഓവർകം ചെയ്ത് മുൻപോട്ട് പോകുവാനായിട്ട് നോക്കുമ്പോൾ, ആ ചാലഞ്ചിനെ ഫേസ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒക്കെ മുൻപോട്ട് ഓടുവാനായിട്ട് ശ്രമിക്കുമ്പോൾ, വീണ്ടും വീണ്ടും കുത്തി നോവിക്കുവാൻ, വീണ്ടും വീണ്ടും കുത്തി ഇറക്കുവാനായിട്ട് ശ്രമിക്കുന്ന ക്രിസ്ത്യൻസ്, അല്ലെ? നമ്മൾ എന്നിട്ട് പറയും നമ്മൾ നോമ്പില, ഞാൻ നോൺ വെജ് കഴിക്കത്തില്ല. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, ഒരുപാട് റെസ്ട്രിക്ഷൻ. ഞാൻ ആ ഫുഡ് കഴിക്കത്തില്ല നോമ്പിന്, ഈ ഫുഡ് കഴിക്കത്തില്ല. ഇതെല്ലാം നിങ്ങൾ കഴിച്ചു, ഇതെല്ലാം നിങ്ങൾ കഴിച്ചു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താ, പോൾ നമ്മളോട് പറയുന്നത് എന്താ? നിന്റെ പുറത്തുനിന്ന് അകത്തോട്ടുള്ളതൊന്നും നിന്നെ അൺഹോളി ആക്കുന്നില്ല, പക്ഷെ അകത്തു നിന്ന് എന്ത് നിന്റെ പുറത്തോട്ട് വരുന്നു അതാണ് നിന്നെ ഹോളി ആണോ അൺഹോളി ആണോ എന്ന് തീരുമാനിക്കുന്നത്, അല്ലേ? വായിൽ നിന്ന് വരുന്ന നിന്റെ വാക്ക് അശുദ്ധമാണെങ്കിൽ, നീ എത്ര നോമ്പ് നോക്കിയിട്ടും, നീ എത്ര ഫുഡ് റെസ്ട്രിക്ട് ചെയ്തിട്ടും, നീ എത്ര പ്രാർത്ഥിച്ചിട്ടും, നീ എത്ര പള്ളിയിൽ വന്നിട്ടും, നീ റെഗുലർ ആണെങ്കിലും, പള്ളിയിൽ എല്ലാ ആഴ്ചയും ഞാൻ വരാറുണ്ട്, ഞാൻ എല്ലാ ആഴ്ചയും കമ്മ്യൂണിയൻ എടുക്കാറുണ്ട്, ഞാൻ കൊയറിൽ പാടാറുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഞാൻ പ്രസംഗിക്കാറുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഞാൻ സർവീസിന്റെ സമയത്തൊന്നും വെളിയിൽ പോകാറില്ല. ഞാൻ ഫുൾ ടൈം പള്ളിയിലാണ്. അച്ഛൻ പറയുന്ന കാര്യങ്ങൾ, അച്ഛൻ ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തു വരുന്ന പേഴ്സൺ ആണ്. പക്ഷേ എന്റെ നാവ് കൊണ്ട് സംസാരിച്ചാൽ അത് മറ്റുള്ളവരെ വ്രണപ്പെടുത്തുന്നുവെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്തത് വ്യർത്ഥമാണ്. അതാ ബൈബിൾ പഠിപ്പിക്കുന്നത്. അത്രത്തോളം ശക്തിയുള്ള ഒരു ഓർഗനാ നാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, എന്റെ നാവ് സ്വോർഡാണോ, എന്റെ നാവ് വെപ്പണാണോ, എന്റെ ടങ് വെപ്പണാണോ, എന്റെ ടങ് സ്വോർഡാണോ, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നതാണ്. നമ്മൾ പറയും, ഈ പ്രോവർബ്സ് നമ്മൾ ഈ പോർഷൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? When a person speaks like the piercing of a sword, he is revealing a heart full of hatred and deceit എന്നാ പറയുന്നത്. നമ്മുടെ മനസ്സില് ഈ വഞ്ചനയും ചതിവും വിദ്വേഷവും വെറുപ്പും എല്ലാം നിറഞ്ഞു നിൽക്കുമ്പോഴാ നമ്മള് ഈ നാവ് കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്ന രീതിയിൽ, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ, മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നത്. കാരണം നമ്മുടെ ഹാർട്ട്, നമ്മുടെ ഹൃദയം ഫുള്ളായിട്ടും, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പറയത്തില്ലേ, ഹൃദയം ഇങ്ങനെ കവിഞ്ഞൊഴുകുക. എന്തുകൊണ്ടാ കവിഞ്ഞൊഴുകുന്നത്? വഞ്ചനയുടെയും വക്രതയുടെയും ദുഷ്ടതയുടെയും ഒക്കെ ആത്മാവ് കൊണ്ടാ കവിഞ്ഞൊഴുകുന്നത്, അല്ലാതെ നല്ല ആത്മാവിനാലല്ല, പരിശുദ്ധാത്മാവിനാലല്ല. അതാണ് വ്യത്യാസം. അപ്പോൾ ദുഷ്ടത, നോട്ട് മാലിസ്, ദുഷ്ടതയെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മുടെ ഹൃദയത്തിൽ നല്ലത് ചിന്തിച്ചാൽ നല്ലത് മാത്രമേ നമുക്ക് സംസാരിക്കാൻ കഴിയൂ. അല്ലാതെ ഞാൻ ഇന്ന് നിങ്ങളെ കാണുമ്പോൾ നല്ലത് പറഞ്ഞിട്ട് അതേ സമയം തന്നെ അങ്ങോട്ട് മാറി നിന്ന് തിന്മയാണ് പറയുന്നതെങ്കിൽ, ഞാൻ കൊണ്ട കമ്മ്യൂണിയൻ വ്യർത്ഥം, ഞാൻ വിളിച്ച ദൈവത്തിന്റെ പേര് വ്യർത്ഥം, അല്ലേ? ഞാൻ ഞാൻ സംസാരിക്കുന്ന എന്റെ വചനം, ഞാൻ പറയുന്ന വാക്കുകൾ വ്യർത്ഥം.
പ്രാർത്ഥിക്കുന്നത് വ്യർത്ഥം, പാടുന്നത് വ്യർത്ഥം, പ്രസംഗിക്കുന്നത് വ്യർത്ഥം, ഇതെല്ലാം വ്യർത്ഥം. ഇതൊന്നും ദൈവം തമ്പുരാൻ കേൾക്കുന്നുമില്ല, കാണുന്നുമില്ല. ദൈവം പറയും, ഞാനോ നിന്നെ അറിയുന്നില്ല, ഞാനോ നിന്നെ ഒരു നാളും അറിയുന്നില്ല. കാരണം എന്റെ നാവ് പ്രശ്നമാ. നമ്മൾ പറയത്തില്ലേ, എന്താണെന്ന് അറിയത്തില്ല അച്ഛാ, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് എന്റെ ജീവിതത്തിന് ഒരു സന്തോഷം വരുന്നില്ല, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നന്മയുണ്ടാകുന്നില്ല, എന്റെ കൊച്ചുമക്കൾക്ക് ഒരു നന്മയുണ്ടാകുന്നില്ല, എനിക്കൊരു നന്മയുണ്ടാകുന്നില്ല അച്ഛാ, ഞാൻ എന്ത് പ്രശ്നം അച്ഛൻ, ഞാൻ എന്തോരം പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയാമോ? പ്രാർത്ഥനയൊക്കെ ഉണ്ട്, പക്ഷേ നീ ചിന്തിച്ചോ, നിന്റെ നാവ് കൊണ്ട് ആരെ കുറിച്ചെങ്കിലും ദോഷം ചിന്തിക്കുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മതി. കർത്താവ് നിന്നെ ഒരു നാളും അറിയുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഈ സമയത്ത് നമ്മൾ സദൃശവാക്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുണ്ട്. നമ്മുടെ വാക്കുകൾ നന്നായിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. Proverbs chapter 16 verse 23 പറയുന്നു, A wise man's heart guides his mouth. ജ്ഞാനിയുടെ ഹൃദയം അവന്റെ വായെ പഠിപ്പിക്കുന്നു. അപ്പൊ ജ്ഞാനമുള്ള ഹൃദയമുള്ളവനാണ് നല്ല വാക്കുകളും നല്ല സംസാരവും ഒക്കെ കാഴ്ചവെക്കുവാനായിട്ട് സാധിക്കുന്നത്. അല്ലേ? നമ്മൾ എപ്പോഴും പറയും, നമ്മള് ഈ യാക്കോബിന്റെ ലേഖനം വായിക്കുമ്പോൾ, ജെയിംസ് ചാപ്റ്റർ 3 വേഴ്സ് 8 വായിക്കുമ്പോൾ, നോ മാൻ ക്യാൻ ടൈം ദ ടങ്, ഇറ്റ് ഈസ് എ റെസ്റ്റ്ലെസ് ഈവിൾ ഫുൾ ഓഫ് ഡെഡ്ലി പോയ്സൺ. ജെയിംസ് ചാപ്റ്റർ 3 വേഴ്സ് 8, നോ മാൻ ക്യാൻ ടൈം ദ ടങ്, ഇറ്റ് ഈസ് എ റെസ്റ്റ്ലെസ് ഈവിൾ ഫുൾ ഓഫ് ഡെഡ്ലി പോയ്സൺ. അതിന്റെ മലയാളം വേർഷൻ പറയുന്നത് ഇങ്ങനെയാണ്, നാവിനെയോ ഒരു മനുഷ്യനും മെരുക്കാവുന്നതല്ല, അതടങ്ങാത്ത ദോഷമാണ്, മരണകരമായ വിഷം നിറഞ്ഞതാണ്. ഡെഡ്ലി പോയ്സൺ ആയിട്ടുള്ള ഒരു അവയവത്തെ കുറിച്ച് വചനം നമ്മളോട് പറയുകയാ. പുതിയ നിയമവും പഴയ നിയമവും ഒരുപോലെ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു ഓർഗനാണ് നാവ്. കാരണം നിന്റെ നാവ് ശരിയായാൽ നിന്റെ കുടുംബം ശരിയായി, നിന്റെ കുഞ്ഞുങ്ങൾ ശരിയായി, നിനക്ക് എന്തെന്നില്ലാത്ത അനുഗ്രഹങ്ങൾ, നമ്മൾ ആഗ്രഹിക്കാത്ത, നമ്മൾ ചിന്തിക്കാത്ത, നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ആഗ്രഹങ്ങൾ നിനക്കുണ്ടാകും. നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ തിങ്കിങ് നല്ലതായിരിക്കണം. നമുക്ക് ആനിമലിനെ ടൈം ചെയ്യാം, അല്ലെ? ആനിമലിനെ നമുക്ക് മെരുക്കാം, ആനിമൽസിനെ എല്ലാം നമുക്ക് മെരുക്കാം. മൃഗങ്ങളെ നമുക്ക് മെരുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, നമ്മൾ പറയുന്ന രീതിക്ക് അവർ മെരുങ്ങിക്കോളും. പക്ഷേ നമ്മുടെ നാവിനെ മെരുക്കാൻ പറ്റത്തില്ലെന്നാണ് യാക്കോബ് പറയുന്നത്. നമ്മുടെ നാവിനെ നമ്മൾ മെരുക്കണമെങ്കിൽ, ഡെഡ്ലി പോയ്സൺ ആയ നമ്മുടെ നാവിനെ മെരുക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നന്മകൾ ചിന്തിക്കുവാനായിട്ട് കഴിയണം. കാരണം ഹൃദയത്തിൽ നന്മ ചിന്തിക്കുമ്പോൾ നാവിൽ ആ നന്മയുണ്ടായി അത് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരും. ഒരു മനുഷ്യന്റെ ഹൃദയം തുളയ്ക്കുന്ന വാക്കുകൾ അത് നമുക്ക് അവോയ്ഡ് ചെയ്യുവാനായിട്ട് കഴിയണം. നമ്മൾ പറയുന്നു, എ സർജൻ ഡസൻ പിയേഴ്സ് എ പേഴ്സൺസ് ബോഡി, അല്ലെ? ഒരു സർജൻ അവന്റെ ഒരു പേഷ്യന്റിന്റെ എന്താ പറയുന്ന സ്കിന്നിനെ തുളച്ചു കയറ്റുമല്ല, മറിച്ച് അവൻ he cuts a patient's skin only for the purpose of fixing a problem. ഒരു പ്രോബ്ലത്തെ, അവന്റെ പ്രോബ്ലത്തെ, ഒരു മനുഷ്യന്റെ, ഒരു പേഷ്യന്റിന്റെ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുവാൻ, ഫിക്സ് ചെയ്യുവാൻ മാത്രമാണ് ഒരു സർജൻ അവന്റെ സ്കിന്നിനെ മാത്രം കട്ട് ചെയ്യുന്നത്. എന്നാൽ ഇയർ പിയേഴ്സിംഗ് നമുക്കറിയാം, പിയേഴ്സ് ചെയ്യപ്പെടുന്ന എപ്പോഴാണ്? നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഇയർ പിയേഴ്സിംഗ് അല്ലെങ്കിൽ നോസ് പിയേഴ്സിംഗ് ഒക്കെയാ. കാരണം ഇയർ പിയേഴ്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പെർമനന്റ് പിയേഴ്സിംഗ് അല്ലെ, ഒരു പെർമനന്റ് ഹോൾ ഇടുക. കണ്ടോ, ഇപ്പൊ ഇയർ പിയേഴ്സിംഗ് എന്ന് പറഞ്ഞ ഒരു പെർമനന്റ് ഹോളാ. ആ വൂണ്ട് കുറച്ച് കഴിയുമ്പോഴൊക്കെ ഹീൽ ആകും, പക്ഷെ ഇതൊരു പെർമനന്റ് വൂണ്ടാ. അതിനെ നമുക്ക് ഒരിക്കലും ഇനി ഒന്നിപ്പിക്കാൻ ചിലപ്പോൾ ഒരു പക്ഷെ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഈ പിയേഴ്സിങ്ങിന് ഒരു വലിയ അർത്ഥമുണ്ട്. തുളച്ചു കയറത്തക്കവണ്ണമുള്ള, ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡ് വരെ തുളച്ചിറങ്ങത്തക്ക കഴിവുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതാണ് നാവിന്റെ പ്രശ്നം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിഷമം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്, എനിക്ക് സങ്കടവും ദുഃഖവും ഒക്കെ ഉണ്ട്, എന്നാൽ മറ്റുള്ളവനെയും ഞാൻ വേദനിപ്പിച്ചിരിക്കാം എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഞാൻ ഒരു വാക്യം കൂടെ, എല്ലാ വാക്യവും എനിക്ക് ആക്ച്വലി പറയുവാനായിട്ട് സാധിക്കുന്നില്ല. നമ്മള് യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 5-6 വാക്യത്തിൽ പറയുന്നുണ്ട്, ദ ടങ് ഈസ് എ സ്മോൾ പാർട്ട് ഓഫ് ദ ബോഡി, അല്ലെ? ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവമാണ് നാവെങ്കിലും ഒരു കാടിനെ കത്തിക്കുവാൻ നാവിന് കഴിയും. അതുപോലെ 6-ാമത്തെ വാക്യം പറയുന്നത്, ദ ടങ് ഓൾസോ ഈസ് എ ഫയർ എന്നാ പറയുന്നത്. നാവ് ഒരു തീയാകുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, നമ്മൾ ദ റൈറ്റ് വേർഡ്സ് ആർ ലൈക്ക് ഗുഡ് മെഡിസിൻ എന്ന് പറയുന്നു, അങ്ങനെയാകാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഒരു മനുഷ്യനെ നല്ലതാക്കുന്നത്
ആ മനുഷ്യന്റെ വാക്കുകളാണ്. The right words are like good medicine that can make a person well. ഒരു മനുഷ്യനെ നല്ലതാക്കുവാനായിട്ട്, ഒരു മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാനായിട്ട് നല്ല വാക്കുകൾക്ക് സാധിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നമ്മളോട് തന്നെ ചോദിക്കാം, വാട്ട് ഡസ് അവർ ടങ് പ്രൊഡ്യൂസ്, ഡെത്ത് ഓർ ലൈഫ്? മരണമാണോ ജീവിതമാണോ എന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്നത്? വാട്ട് ഡസ് അവർ ടങ് ടെൻഡ് ടു ഡു, ഹേർട്ട് ഓർ ഹെൽപ്പ്? മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതാണോ, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലാണോ, മറ്റുള്ളവരെ സഹായിക്കുന്ന തരത്തിലാണോ എന്റെ നാവ് ഞാൻ ഉപയോഗിക്കുന്നത്? What is our tongue, like a weapon or a medication? എന്റെ നാവ് എന്ന് പറയുന്നത് ഒരായുധമായിട്ടാണോ, ഒരു മെഡിസിൻ ആയിട്ടാണോ, ഒരു മരുന്നിന്റെ ഉപയോഗമായിട്ടാണോ ഞാൻ ഉപയോഗിക്കുന്നത്? എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹോശേയ പ്രവാചകൻ 6-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, Come, let us return to the Lord, for he has torn us, but he will heal us. He has wounded us, but he will bandage us. He will revive us after 2 days. He will raise us up on the 3rd day, that we may live before him. Let us acknowledge the Lord. ദൈവം തമ്പുരാൻ നമ്മളെ കീറി മുറിക്കും. നമ്മുടെ മുറിവുകൾ, എന്നാൽ കീറി മുറിക്കുന്ന അതേ കൈകൾ കൊണ്ട് തന്നെ അവൻ നമ്മുടെ മുറിവുകൾ കെട്ടും. നമ്മളെ അവൻ വേദനിപ്പിക്കും, പക്ഷേ കുറച്ചു കഴിയുമ്പോൾ അവൻ നമ്മളെ ആശ്വസിപ്പിക്കും. 3-ാം നാൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് 3-ാം നാൾ ഒരു പരിഹാരകനായി ദൈവം തമ്പുരാൻ ഉയർത്തെഴുന്നേൽക്കും. ആ ഒരു വിശ്വാസത്തിൽ, ആ ഒരു പ്രത്യാശയിൽ, ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ ആയിരിക്കണമെങ്കിൽ, കം ലെറ്റ് us return to the Lord. ഹോശേയ പറയുന്നത് അതാണ്, ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ മനം തിരിക്കുക. Let us acknowledge the Lord. യഹോവയെ അറിയുവാനായിട്ട് ശ്രമിക്കുക. യഹോവയെ നമുക്കറിയാം. യഹോവയെ അറിയുവാനായിട്ട് നമുക്ക് കഴിയുമെങ്കിൽ, ദൈവത്തിങ്കിലേക്ക് മനം തിരിയുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് കഴിയുമെങ്കിൽ, നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്യുവാൻ, നമ്മുടെ നാവിനെ മറ്റുള്ളവരുടെ ജീവന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ, മറ്റുള്ളവരെ കരുതുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് സഹായകമാകുന്ന രീതിയിലൊക്കെ നമ്മുടെ നാവിനെ പ്രയോജനപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വീണ്ടും കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രിയ പിതാവിന്റെ സന്നദ്ധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, ഞങ്ങളെ ഇന്ന് ഈ കർത്താവെ സന്ധ്യാസമയത്ത് കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. നോമ്പിന്റെ കാലഘട്ടത്തിൽ കൂടി ഞങ്ങൾ ഓരോരുത്തരും കടന്നു പോകുമ്പോൾ ഞങ്ങൾ ഇന്ന് ചിന്തിച്ചതുപോലെ ഞങ്ങളുടെ നാവുകൾ കൊണ്ട് കർത്താവെ മറ്റുള്ളവർക്ക് ആശ്വാസം പകരുവാൻ, മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുവാൻ, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുവാൻ കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങൾ കൊണ്ട് ഞങ്ങളുടെ നാവുകൾ അത്തരത്തിലൊക്കെ പ്രയോജനമുള്ളതായി തീരുവാൻ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യഹോവയെ അറിയുവാൻ, യഹോവയെങ്കിലേക്ക് മനം തിരിയുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ കർത്താവെ. കേൾക്കുന്ന വചനമൊക്കെ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യപ്പെടുവാൻ സഹായിക്കണമേ. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട് കർത്താവെ, എന്നാൽ ഏറ്റവും അധികം കൺട്രോൾ ചെയ്യേണ്ട ഒരു അവയവത്തെ ഞങ്ങൾ പലപ്പോഴും മറന്നു പോകുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങൾ പാലിക്കുന്ന ഞങ്ങളുടെ നോമ്പ് ഏറ്റവും അനുഗ്രഹമാകണമെങ്കിൽ, ഞങ്ങളുടെ ജീവിതം അനുഗ്രഹമാകണമെങ്കിൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഞങ്ങളുടെ നാവിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുവാൻ, ഞങ്ങളുടെ നാവിനെ കൺട്രോൾ ചെയ്യുവാൻ, ഞങ്ങളുടെ ടങ് വേണ്ടും വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ, മറ്റുള്ളവർക്ക് കർത്താവെ അനുഗ്രഹമാകുന്ന രീതിയിൽ ഞങ്ങളുടെ നാവുകളെ വളയ്ക്കുവാൻ നീ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാവീദിൽ കൂടി ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ടൊക്കെ സ്തോത്രം ചെയ്യുന്നു. സോളമനിൽ കൂടി ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമേ, ഇന്ന് സന്ധ്യാസമയത്ത് കർത്താവെ ഞങ്ങൾ കേട്ട വചനത്തിനനുസരിച്ച് തുടർന്നും ജീവിപ്പാൻ സഹായിക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ ദൈവമേ, 4th നടക്കുന്ന പാഷൻ റിസൈറ്റലിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൊയർ കർത്താവെ അതിനു വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങുമ്പോൾ കർത്താവിന്റെ കൃപ അവിടുന്ന് കൂടെയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനമാത്മാവിൽ ബലപ്പെടുവാൻ തക്കോണം അവിടുന്ന് സഹായിക്കണമേ കർത്താവെ. ഞങ്ങളുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ആശ്വസിപ്പിക്കണമേ, അനുഗ്രഹിക്കണമേ, അവർക്ക് ബലവും കോട്ടയും കാവലുമായി ഇരിക്കണമേ. ഇന്ന് രാത്രികാലം കർത്താവെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സകലത സമസ്തവും സമർപ്പിക്കുന്നു. തമ്മിൽ കാണുന്നത് വരെയും ദൈവിക കരങ്ങളിൽ ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ദോഷങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങളിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യവും സ്നേഹവും കാവലും പ്രിയമുള്ളവരെ നാം എല്ലാവരോടുകൂടിയും നമ്മുടെ നാവുകളോടുകൂടിയും തുടർന്നുള്ള നമ്മുടെ ജീവിതങ്ങളോടുകൂടിയും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ പാട്ടുകൾക്ക് നേതൃത്വം നൽകിയ ലീജ ചേച്ചിയെയും സിസ്റ്ററിനെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. സങ്കീർത്തനം വായിച്ചത് ജോസ്നയാണല്ലോ, ജോസ്നയോടുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് പ്രാർത്ഥനയിൽ നമ്മളെ നയിച്ച അനുവിനോടുമുള്ള പ്രത്യേക സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. തുടർന്നും ദൈവം നമ്മളെ എല്ലാവരെയും വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും തമ്മിൽ കാണുന്നത് വരെയും അവിടെവിടങ്ങളിലായി ദൈവത്തിന്റെ കൃപ നമ്മളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.